സ്വന്തമായിട്ട് നമ്മൾ ചെയ്ത മാലയും കമ്മലും ഇടുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷവും സാറ്റിസ്ഫാക്ഷനും എത്ര നമ്മൾ വില കൊടുത്ത് വാങ്ങിച്ചിടുന്നതിനും കിട്ടില്ല അല്ലേ? സത്യമല്ലേ ഇത്? എന്താ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു ജ്വല്ലറി സെറ്റ് ചെയ്യാനായിട്ട് OHP ഷീറ്റും കുന്തൻ സ്റ്റോണും സ്റ്റോൺ ചെയിനും ഒക്കെയാണ് എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് ഇത് ഇങ്ങനെ വരച്ചെടുക്കുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നും കൂടി കാണിച്ചു തരുന്നുണ്ട്. ഇതുപോലെ നമ്മളൊരു പ്രോ സർക്കിൾ വെച്ചിട്ട് OHP ഷീറ്റിൽ ആ റൗണ്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ ഒരു ഐറ്റം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡപ്പയുടെ അടപ്പൊക്കെ വെച്ചിട്ട് ഈ ഒരു റൗണ്ട് വരച്ചെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ ആദ്യം സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചു കൊടുക്കാൻ കേട്ടോ. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് OHP ഷീറ്റാണ് ഇതെന്നുള്ളത്, എങ്കിലും എനിക്ക് കമൻറ്റുകൾ വരാറുണ്ട് ഈ ഷീറ്റിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ OHP ഷീറ്റാണ് ഇത്. നമുക്ക് കുട്ടികളുടെ ഈ ഒരു ബുക്കൊക്കെ കിട്ടുന്ന സ്റ്റേഷനറി ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണിത്. ഇല്ലെങ്കിൽ നമുക്ക് ക്രാഫ്റ്റ് ഷോപ്പുകളിൽ നിന്ന് ഇത് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. A4 സൈസ് ഷീറ്റിനൊക്കെ ഞങ്ങളുടെ ഇവിടെയൊക്കെ 5 രൂപയാണ് വരുന്നത്. ഓരോ സ്ഥലത്ത് വ്യത്യാസം ഉണ്ടാവും, എങ്കിലും ആ ഒരു റേഞ്ചിനൊക്കെ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ കിട്ടും. ഈ ഒരു ഷീറ്റ് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് കമ്മലുകളും മാലകളൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. ഒരു A4 സൈസിലാണ് ഇത് വരുന്നത്. അപ്പോൾ അതേ നമ്മൾ ആ വരച്ച വരയിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റിൽ ആ സ്റ്റോൺ ചെയിൻ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അത് കറക്റ്റ് നിങ്ങൾ ആ ഒരു ഷേപ്പിൽ തന്നെ ഒട്ടിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഈ ഒരു ഷീറ്റ് വെച്ചിട്ട് നമുക്ക് പല മോഡലിൽ നെക്ലസുകളും കമ്മലുകളും ചെയ്യാൻ പറ്റും കേട്ടോ. അതിലേക്ക് സ്റ്റോണുകൾ ഒട്ടിച്ചു കൊടുത്തിട്ട് പല ഷേപ്പിലുള്ള സ്റ്റോണുകളൊക്കെ ഒട്ടിച്ചു കൊടുത്ത് പല മോഡലിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. വളരെ ഈസിയാണ്. നന്നായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. അതാണ് കട്ട് ചെയ്തെടുക്കുന്നതിലും നിങ്ങൾ ഈ ഒട്ടിച്ചെടുക്കുന്നതിലും ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് നല്ല നല്ല മോഡൽ മാലകളും കമ്മലുകളും ഒക്കെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതേ നമ്മൾ ആ ഒരു ഷേപ്പൊക്കെ ഒന്ന് ലെവലാക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ റെഡ് സ്റ്റോൺ ഗ്രീൻ റെഡ് കോമ്പിനേഷനിലാണ് നമ്മൾ ഈ ഒരു നെക്ലസും കമ്മലും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെറ്റ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലത്തെ വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. നിങ്ങൾക്ക് ഇതൊക്കെ പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ക്ലാസ് ആയിട്ട് നമ്മൾ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്ലേലിസ്റ്റും ഉണ്ട്. നിങ്ങളിനി വീഡിയോസ് തപ്പി നടക്കേണ്ട. നമ്മുടെ ചാനലിൽ കയറിയിട്ട് പ്ലേലിസ്റ്റിൽ ജ്വല്ലറി മേക്കിംഗ് ക്ലാസ് ഒന്ന് നോക്കിയാൽ മതി. അതിൽ നമ്മൾ ഫുള്ള് മെറ്റീരിയൽ ഇൻട്രൊഡക്ഷൻ തുടങ്ങി നമ്മൾ ഫുൾ ക്ലാസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാ ജ്വല്ലറീസും നമ്മൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഫ്രീ ക്ലാസ് വേണ്ടവർ ഒന്ന് കയറി നോക്കിക്കോളൂ. നിങ്ങൾക്ക് പെയ്ഡ് ക്ലാസ് ആയിട്ട് ഓൺലൈനായിട്ട് പഠിക്കണം താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ക്ലാസ് കൊടുക്കുന്നുണ്ട്. മെയ് 20 നമ്മുടെ അടുത്ത ബാച്ച് സ്റ്റാർട്ട് ആവുന്നുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരും കേട്ടോ. ഇനി നമ്മളിത് ആ സെൻറ്ററിലായിട്ട് ഒരു ലോക്കറ്റ് മോഡലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ ആ ഒരു ഗ്രീൻ കുന്തൻ സ്റ്റോൺ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളൊരു 5 കുന്തൻ സ്റ്റോൺ ഒട്ടിച്ചിട്ട് സെൻറ്ററിൽ അതിൻ്റെ ആ റെഡ് സ്റ്റോണും കൂടി ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഒരു ഫ്ലവർ മോഡലിലാണ് സെൻറ്റർ വരുന്നത്. സെൻറ്റർ നിങ്ങൾ ജസ്റ്റ് നോക്കിയിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഒരുപാട് വീഡിയോസിൽ നമ്മൾ അത് എങ്ങനെയാണ് സെൻറ്റർ നോക്കാമെന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ വീണ്ടും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും അതിൻ്റെ സെൻറ്റർ ഏതാണെന്നുള്ളത്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് സ്കെയിലെങ്ങാനും വെച്ചിട്ടൊന്ന് നോക്കിയിട്ട്, അല്ലെങ്കിൽ ഒരു ടേപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഫുൾ അളന്ന് നോക്കിയിട്ട് അതിൻ്റെ സെൻറ്ററായിട്ടൊന്ന് മാർക്ക് ചെയ്തിട്ട് അതുപോലെ സെൻറ്ററിൽ കുന്തൻ സ്റ്റോണുകളൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ആ ഫ്ലവർ മോഡൽ ചെയ്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ നമ്മുടെ ആ ഒരു സ്റ്റോൺ ചെയിൻ്റെ ഒരു പീസ് കട്ട് ചെയ്ത് അതും ജസ്റ്റ് ഒട്ടിച്ച് കൊടുക്കണം. നമുക്ക് ഇതേ സിമ്പിളായിട്ടൊരു ചെയിൻ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരൊറ്റ പീസ് മതി. ഇത് കട്ട് ചെയ്തെടുത്തിട്ട് നെക്ലസ് ആയിട്ട് യൂസ് ചെയ്യാം. നമ്മളിപ്പോൾ ജസ്റ്റ് ഇത്തിരി ഹെവി ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡിലേക്ക് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ സെയിം കുന്തൻ സ്റ്റോൺ തന്നെ അതൊരു 2 സൈഡിലേക്ക് നമ്മളിതാ ഈ ഒരു രീതിയിൽ വെച്ച് സെൻറ്ററിൽ ഒരെണ്ണം വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഷേപ്പിലൊക്കെ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. നമുക്ക് പല ഷേപ്പുകളിൽ സ്റ്റോണുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് പല മോഡലുകൾ ഉണ്ടാക്കാം. കുറേ പേർക്ക് ഇതുപോലത്തെ ക്രാഫ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടാവും. പക്ഷെ പലരും അതൊക്കെ മനസ്സിലിങ്ങനെ വെച്ച് നമ്മുടെ ഓരോ പ്രാരാബ്ദങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ മാറ്റി വെക്കുന്നുണ്ടാവും. പക്ഷെ അതൊന്നും നിങ്ങൾ മാറ്റി വെക്കേണ്ട. നാളെ ഒരു സമയത്ത് നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മുടെ സമയമൊക്കെ നമ്മൾ വെറുതെ കളഞ്ഞു എന്നുള്ളത്. ഒരു വരുമാന മാർഗ്ഗം കണ്ടെത്താൻ മാത്രമല്ല, നാളെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് നമ്മുടെ മനസ്സിനെങ്കിലും നമുക്ക് ബോധ്യപ്പെടുത്തണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയെങ്കിലും നിങ്ങളുടെ ഇഷ്ടങ്ങളൊന്നും നിങ്ങൾ ഇനി മാറ്റി വെക്കരുത്. ഇപ്പോൾ നമ്മൾ ഒരുപാട് കേൾക്കുന്ന ഒരു വാക്കാണല്ലേ മാനിഫെസ്റ്റേഷൻ. അതിനെക്കുറിച്ചൊന്നും എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. പക്ഷെ നമ്മളൊരു കാര്യം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് നേടിയെടുക്കാൻ പറ്റും കേട്ടോ. അത് എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. നമ്മൾ എത്രത്തോളം അതിനെ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നു അത്രത്തോളം പെട്ടെന്ന് നമുക്കത് നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ നടക്കുമോ ഇല്ലയോ അങ്ങനെയുള്ളൊരു ചിന്തയെ പാടില്ല. പോസിറ്റീവായിട്ട് മാത്രം ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്കതൊക്കെ നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊട്ടും വൈകിക്കേണ്ട. ആഗ്രഹങ്ങൾക്ക് കൂടി വേണ്ടി നമ്മൾ സമയം കണ്ടെത്തും. അപ്പോൾ പറഞ്ഞതേ നമ്മൾ സ്റ്റോണുകളെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ സെൻറ്ററിലൊക്കെ സ്റ്റോൺ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ഡ്രൈ ആവാൻ മാറ്റി വെച്ചിട്ട് നമുക്ക് നമ്മുടെ കമ്മൽ സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് ഞാൻ ആ നെക്ക് പീസ് കട്ട് ചെയ്ത് കളഞ്ഞ ആ ഷീറ്റ് തന്നെയാണ് എടുക്കേണ്ടത്. ഇതൊന്നും നിങ്ങൾ ബാലൻസ് ഷീറ്റുകളൊന്നും കളയേണ്ട. നമുക്ക് ചെറിയ കമ്മലുകളൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ മാലയ്ക്ക് ചെയ്ത അതേ രീതിയിൽ ഈ ഒരു രീതിയിൽ മുകളിലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ സ്റ്റോൺ ഒട്ടിച്ചു. ഇനി അതിൻ്റെ സെൻറ്ററിലായിട്ട് 2
പീസിൻ്റെ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ അതുപോലെ തന്നെ താഴേക്കും സ്റ്റോണുകൾ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. മുകളിൽ ചെയ്ത പോലെ തന്നെ താഴേക്കും കൊടുക്കുന്നു. ഞാൻ മുകളിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു പീസ് സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കുന്നു. താഴെ നമ്മൾ ഒരു കുന്തൻ സ്റ്റോണും കൂടി ഒട്ടിച്ച് കൊടുക്കുന്നു. ഈ രീതിയിലാണ് ഞാൻ കമ്മൽ സെറ്റ് ചെയ്തെടുക്കുന്നത്. നമ്മൾ അതിന് മാച്ചായിട്ട് വരുന്ന രീതിയിൽ ഇട്ടോ ഇതുപോലെ 2 എണ്ണം സെറ്റ് ചെയ്ത് കൊടുക്കുക. ഒക്കെ നല്ലപോലെ ഡ്രൈ ആയതിനു ശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കട്ട് ചെയ്തെടുക്കുന്നതൊക്കെ ഞാൻ ഒരുപാട് തവണ നമ്മൾ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ നല്ല രീതിയിൽ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് സൈഡൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈറ്റർ വെച്ച് ഒരുക്കി കൊടുക്കുക. ഇനി നമുക്ക് 2 സൈഡിലേക്കും ഐപ്പിന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് ഞാൻ ഐപ്പിന്നെ എടുത്തിട്ട് ഒരു പീസ് ചെയ്തതുപോലെ കട്ട് ചെയ്തെടുത്തു, ചെറിയൊരു പീസ്. ഇനി ആ പീസിൽ നിന്ന് തന്നെ നമുക്ക് വേറൊരു ഐപ്പിന്നും കൂടി സെറ്റാക്കി എടുക്കാം. ഒരുപാട് തവണ ഞാൻ കാണിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഐപ്പിന് സെറ്റ് ചെയ്യണത് നിങ്ങളൊന്നും കൂടി മനസ്സിലാക്കി വെച്ചോളൂ. ഇതുപോലെ നമ്മൾ ആ പീസിനെ റൈറ്റിലേക്ക് ഒന്ന് വളച്ചു കൊടുക്കുക. അതിന് ശേഷം ഇതുപോലെ ലെഫ്റ്റിലേക്ക് ഒരു 2-3 വട്ടം നമ്മൾ വളച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഐപ്പിന് സെറ്റായി. ഇനി ഇതാ ഈ ഒരു സൈഡ് പിടിച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ലെഫ്റ്റിലേക്ക് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഐപ്പിന് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്, ചാനലൊന്ന് കയറി നോക്കിയാൽ മതി കേട്ടോ. ഇതുപോലെ നിങ്ങൾ ഒരുപാട് മെറ്റീരിയൽസ് വേസ്റ്റ് ആക്കാതെ ചെയ്യാൻ പഠിക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് ഇതിനൊക്കെ നല്ല റേറ്റ് വരുന്നുണ്ട് ജ്വല്ലറി മേക്കിങ്ങിൻ്റെ മെറ്റീരിയൽസിന്. അപ്പോൾ അത് വേസ്റ്റ് ആക്കാതെ ചെയ്യാൻ നമ്മൾ ഒറ്റ ഐപ്പിൻ്റെ നിന്ന് തന്നെ 2 ഐപ്പിന് സെറ്റ് ചെയ്തെടുത്തില്ലേ, അതുപോലെ നമ്മൾ ഒന്നും വേസ്റ്റ് ആക്കാതിരിക്കുക. പിന്നെ ഇതേ നമ്മൾ 2 സൈഡിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് അതായത് ഇതുപോലെ ഐപ്പിന് ഇങ്ങനെ വെക്കരുത്, ചെരിച്ച് വെച്ച് കൊടുക്കാം. നമുക്ക് നമ്മുടെ ബാക്ക് ത്രെഡ് കണക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഇത് വാക്സ് ഷീറ്റാണ്. വാക്സ് ഷീറ്റിൻ്റെ ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അത് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ക്ലാസ്സിലെ മെറ്റീരിയൽസിൽ നമ്മൾ ഇതെല്ലാം നല്ല വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ, ഏത് ഷീറ്റുകളെ കുറിച്ചൊക്കെ. അപ്പോൾ ഇനി ഓപ്പോസിറ്റ് സൈഡിലും സെയിം അതേപോലെ തന്നെ നമ്മൾ ആ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഈ നെക്ലസ് സ്റ്റോണൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞാൽ വേറെ ഒരു പണിയില്ല. ഇതുപോലെ 2 സൈഡിൽ നമ്മൾ ഐപ്പിന്നൊന്ന് ഒട്ടിച്ച് കൊടുത്താൽ നമുക്ക് വേണമെങ്കിൽ ബാക്ക് ചെയിൻ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ ബാക്ക് ത്രെഡ് കണക്ട് ചെയ്തിട്ട് എങ്ങനെ വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. എളുപ്പമാണ്. സ്റ്റോണുകൾ ഒട്ടിച്ചെടുക്കുന്ന ആ ഒരു പണി മാത്രമേ ഉള്ളൂ. പിന്നെ അത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഒരു 24 hours നിങ്ങളത് ഡ്രൈ ആവാൻ മാറ്റി വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ബിഗിനേഴ്സൊക്കെ എന്തായാലും അങ്ങനെ തന്നെ ചെയ്യുക. നന്നായിട്ട് ഡ്രൈ ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ കുറേ കൂടി എളുപ്പമാണ്. അല്ലെങ്കിൽ പശയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കത് സ്റ്റോണുകളൊക്കെ നീങ്ങിപ്പോവും. ഇനി നമ്മളിത് സ്റ്റഡായിട്ടാണ് ഇത് ചെയ്യുന്നത്, അതുകൊണ്ട് ഇതിൻ്റെ ബാക്കിൽ സ്റ്റഡിൻ്റെ ബേസ് ഒട്ടിച്ച് കൊടുക്കുകയുള്ളൂ. കമ്മലൊക്കെ എന്ത് പെട്ടെന്നാണ് നമ്മൾ ചെയ്തെടുത്തത്. 2 സ്റ്റഡിൻ്റെ ബേസ് 2 കമ്മലിലേക്കും ഒട്ടിച്ചെടുക്കുക. നന്നായിട്ട് ഡ്രൈ ചെയ്തിട്ട് തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ അതേ നമ്മുടെ മാലയും കമ്മലും ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബാക്ക് ത്രെഡും കൂടി കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നെക്ലസിൻ്റെ സെറ്റ് ഇവിടെ സെറ്റായി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ ഒരുപാട് വെറൈറ്റി മോഡൽസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് ടൈമൊക്കെ കിട്ടുന്ന സമയത്ത് ഒന്ന് കയറി നോക്കിക്കോളൂ കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. അപ്പോൾ ഇതൊക്കെ യൂസ്ഫുൾ ആവുന്നുണ്ട്. ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഒന്ന് ഓണാക്കി വെച്ചോളൂ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ വീഡിയോസിൽ എന്തെങ്കിലുമൊക്കെ സജഷൻ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റായിട്ട് പറയാം. അപ്പോൾ ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.